VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചതിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ LDF അംഗങ്ങൾ. പാണ്ടിക്കാട് പഞ്ചായത്തിലാണ് സംഭവം. ഒന്നും തന്നെ കത്തുന്നില്ല. ലക്ഷം ലക്ഷം അഴിമതികൾ, ലക്ഷം ലക്ഷം അഴിമതികൾ, ലക്ഷം ലക്ഷം അഴിമതികൾ, ലക്ഷം ലക്ഷം അഴിമതികൾ. പ്രതിഷേധിക്കുക, 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 പ്രതിഷേധിക്കുക. അഴിമതി ഭരണം, അഴിമതി ഭരണം മരവിക്കടലിൽ, അഴിമതി ഭരണം മരവിക്കടലിൽ. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായ സാഹചര്യമാണുള്ളത്. അംഗീകൃത കമ്പനികൾക്ക് പകരം സ്വകാര്യ കമ്പനികളുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതാണ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായ സാഹചര്യമുണ്ടാക്കിയതെന്നും ലൈറ്റ് സ്ഥാപിക്കലിലെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് പ്രശ്നകാരണമെന്നാണ് പ്രതിപക്ഷ LDF അംഗങ്ങൾ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പരിസമിതി യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ച് 6ാമത്തെ അജണ്ടയാണ് സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാണ്ടിക്കാട് പഞ്ചായത്ത് 20 ലക്ഷം രൂപ വെച്ചുകൊണ്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ നോക്കുമ്പോഴാണ് 20 ലക്ഷം രൂപ വെച്ചപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടത്. ഒന്ന് ടെൻഡർ എടുത്തിട്ടുണ്ടെങ്കിലും അത് എത്ര ബൾബ് 439 ബൾബാണ് വെക്കേണ്ടത്, പക്ഷേ 705 ബൾബാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വ്യക്തമായ അഴിമതി നടന്നിട്ടില്ല. ആ വെച്ച ബൾബുകൾ തന്നെ നിലവാരമില്ലാത്ത ബൾബുകളാണ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾക്കറിയാം, ഓരോ വാർഡിലേക്കും 23 വാർഡിലേക്കും ഒരേമാതിരി വെക്കേണ്ട വാർഡുകൾ ലൈറ്റുകൾ 8 വാർഡുകൾ വെച്ച് മറ്റ് 15 വാർഡുകൾക്ക് തന്നെ UDF ഭരിക്കുന്ന വാർഡുകൾക്ക് തന്നെ കൃത്യമായിട്ട് 35, 36, 37, 39 വെച്ചിട്ടുണ്ട്. LDFിൻ്റെ വാർഡുകൾക്ക് തന്നെ മിനിമം 23 വെച്ചുള്ളത്. ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ വെച്ച സ്ട്രീറ്റ് ലൈറ്റുകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കാണിച്ചുകൊണ്ട് അതിലെ അഴിമതിയും വെച്ചുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസ് ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് സെക്രട്ടറി മറുപടി പറഞ്ഞപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായതിൽ 479 വരുന്ന ബൾബുകൾക്ക് ഓർഡർ കൊടുത്തതാണ്. 700-ലധികം ബൾബുകൾ ഇവിടെ വെച്ച് ഇവിടെ സംഖ്യയും കൂട്ടിക്കാണിച്ചുകൊണ്ട് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, സെക്രട്ടറി ഇൻചാർജുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, കരാറുകാരൻ ചില ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ചെയ്ത് ഭീഷണി കൊടുത്ത് പൈസ വേണമെന്നാവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബൾബുകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മെമ്പർമാരോട് പറയുകയാണ്, ഞങ്ങൾക്ക് ബൾബ് വെച്ചു എന്ന് പറഞ്ഞുള്ള സാക്ഷ്യപത്രം മെമ്പർമാർ നൽകണമെന്ന്. LDFിൻ്റെ 8 മെമ്പർമാരും ഞങ്ങൾ പറഞ്ഞു ബൾബുകൾ വെക്കുന്നതിന് മുമ്പേ സാക്ഷ്യപത്രം തരുന്നത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നിലവാരം കുറഞ്ഞ ലോക്കൽ ബൾബുകൾ ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ തെളിവാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ സ്ഥലങ്ങളിലെ ബൾബുകളൊന്നും കത്തുന്നില്ല. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ബൾബുകൾ കൊല്ലങ്ങളായി കത്തുമ്പോൾ പാണ്ടിക്കാട് പഞ്ചായത്തിൽ 1 മാസമായിട്ടേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ 100 കണക്കിന് ബൾബുകൾ കത്തുന്നില്ല. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് വലിയ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നല്ല. അതിൻ്റെ LDF അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ, NT സുരേന്ദ്രൻ, P വിജയകുമാരി, T ശ്രീദേവി, K സുബൈദ, MK സുഹറ, സുനീറ മമ്പാടൻ, K കൃഷ്ണജയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.